ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഹോം ലോണിനെ കുറിച്ചാണ്. നമ്മൾക്ക് മാസം നമ്മുടെ വരുമാനം എത്രയാണോ ആ എമൗണ്ട് കൊണ്ട് മാസം മാസം EMI അടയ്ക്കേണ്ട ഒരു സംഖ്യയ്ക്കുള്ള ലോൺ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെയെങ്കിൽ നമുക്ക് മാസം മുടങ്ങാതെ അടയ്ക്കാൻ കഴിയും. പഞ്ചായത്തിൻ്റെ കീഴിലാണ് നിങ്ങളുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ 5 സെൻറ്റ് സ്ഥലവും, അതേ സ്ഥാനത്ത് മുനിസിപ്പാലിറ്റി കീഴിലാണ് നിങ്ങളുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ 3 സെൻറ്റ് സ്ഥലമാണ് വേണ്ടത്. നിങ്ങളുടെ സ്ഥലത്തിലേക്ക് പോകാൻ ഒരു വഴി വേണം, ഒരു കാറെങ്കിലും പോകാനുള്ള വഴിയാണ് വേണ്ടത്. ഈ സ്ഥലത്തിൻ്റെ ആധാരം നിങ്ങൾ SFE ശാഖയിലെ മാനേജറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം അത് നോക്കുകയും ആധാരത്തിൽ എന്തൊക്കെ പേപ്പർ വേണമെന്ന് നിങ്ങളടുത്ത് പറയുകയും ചെയ്യും. മാനേജർ പറയുന്ന പേപ്പേഴ്സൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോണുമായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ ലോണുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് ലോണ് വേണ്ടതെങ്കിൽ 8.9% പലിശയും, അതേ സ്ഥാനത്ത് 10 ലക്ഷത്തിൻ്റെ മുകളിലാണ് ലോണ് വേണ്ടതെങ്കിൽ 9.4% പലിശയാണ് വരിക. അത് ഡിമിനിഷിങ് ആയിരിക്കും. നിങ്ങൾ മാസം അടയ്ക്കും തോറും EMI എമൗണ്ട് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ ബഡ്ജറ്റ് ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 75% വരെയാണ് KSFE നിങ്ങൾക്ക് ഹോം ലോണായിട്ട് തരിക. റിസർവ് ബാങ്കിൻ്റെ റിപ്പോ നിരക്കനുസരിച്ച് പലിശയിൽ കൂടുകയോ കുറയുകയോ KSFEയിൽ ചെയ്യില്ല. അതായത് നിങ്ങൾ എന്നാണോ ലോൺ എടുത്തത് ആ ദിവസം എന്താണോ പലിശ, അതേ പലിശയായിരിക്കും നിങ്ങളുടെ ലോണിൻ്റെ കാലാവധി കഴിയും വരെ അടയ്ക്കേണ്ടത്. നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവും. നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവും. ആ വരുമാനത്തിനനുസരിച്ച് വേണം ലോൺ എടുക്കണമെങ്കിൽ. ആ വരുമാനത്തിന് മുകളിൽ നിങ്ങൾ ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിക്കുന്ന സംഖ്യയ്ക്കുള്ള ലോൺ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ലോണ് മാക്സിമം 30 വർഷം വരെ കാലാവധിയുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് 10 വർഷം, 15 വർഷം, 20 വർഷം, 30 വർഷം വരെ നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ കഴിയും. അതായത് നിങ്ങൾക്ക് 40 വയസ്സിലാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 30 വർഷം എടുക്കാം. കാരണം 70 വയസ്സ് വരെ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അതേസമയത്ത് നിങ്ങൾ 50 വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ ലോൺ എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 20 വർഷമേ കിട്ടുള്ളൂ. അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ലോണിൻ്റെ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ലോൺ എടുക്കുക. താല്പര്യമുള്ളവർക്ക് എടുക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.